നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ പറയാതെ തന്നെ നിങ്ങളിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് എത്രത്തോളം നന്ദി പറയണമെന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു നമ്മുടെ ഒരു പ്രോത്സാഹനവും നിങ്ങളിൽ നിന്നുള്ള ഈ സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ഇന്ന് നമുക്കറിയാം, ശനി മാറി, വ്യാഴം മാറി, അതുപോലെ തന്നെ രാഹുകേതുക്കൾ മാറി. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിലെ ഈ ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ചാരവശാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 20 വയസ്സായ ഒരാളാണെങ്കിൽ 20 വർഷം മുമ്പ് നമ്മൾ ജനിച്ച ആ സമയത്തുള്ള ഗ്രഹനിലയാണ്, അപ്പോഴ് ഗ്രഹങ്ങൾ നിന്ന പൊസിഷനാണ് ആ ജാതകം. അതനുസരിച്ച് അതിനകത്ത് കൂടുതൽ കുറവുകൾ വരാം. നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ തലയിലെഴുത്താണ് ആ ജാതകക്കുറിപ്പ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ 20 വർഷം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജനിച്ച സമയത്തുള്ള ജാതകാൽ ഒരുപാട് സുകൃതമോ ദുഷ്കൃതമോ ഒക്കെ അതിൻ്റെ ഫലങ്ങൾ അതിനുണ്ടാവും. പക്ഷേ നമ്മൾ ഈ 20 വർഷം ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഒരുപാട് നന്മകൾ ചെയ്യുകയും ധർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ പുണ്യം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ 20 വർഷം കൊണ്ട് നമ്മളെ ജാതകത്തിലുള്ള ഒരുപാട് ദോഷങ്ങൾക്ക് നമുക്ക് അറിഞ്ഞോ അറിയാതെ പരിഹാരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് മറ്റുള്ളവരെ സഹായിക്കുക, നമ്മൾ ചെയ്ത പ്രാർത്ഥനകൾ, നമ്മളെ മറ്റ് ജീവജാലങ്ങളോട് കാണിച്ച കാരുണ്യം, ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മളെ പൂർവ്വജന്മ ദോഷങ്ങൾ ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് അതായത് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ മാസത്തെ ഫലം എടുക്കുമ്പോൾ എന്താണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്? ഇപ്പോഴും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പൊസിഷൻ. അപ്പോൾ 2.5 വർഷം കൂടുമ്പോൾ നമ്മുടെ ശനി മാറുന്നു. അതുപോലെ തന്നെ 1.5 വർഷം കൂടുമ്പോൾ, 2.25 വർഷം കൂടുമ്പോൾ ശനി മാറുന്നു. 1.5 വർഷം കൂടുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നു. 1 വർഷം കഴിയുമ്പോൾ വ്യാഴം മാറുന്നു. സാധാരണ രീതിയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാലാവധിയിലാണ് ഇതെല്ലാം മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ വന്ന മാർച്ച് തൊട്ട് മെയ് വരെയുള്ള ഒരു 2 മാസത്തിനകത്ത് ഈ എല്ലാ ഗ്രഹങ്ങളും ഒരുമിച്ച് മാറുന്നൊരവസ്ഥ നമുക്ക് ഒത്തുകിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഏകദേശം ഒരു 2-2.25 വർഷത്തോളം ശനിയുടെയും അതുപോലെ 1.5 വർഷം രാഹുകേതുക്കളുടെയും അതുപോലെ തന്നെ 1 വർഷം വ്യാഴത്തിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ നിലവിലുള്ള അവസ്ഥയിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നത്. അതനുസരിച്ച് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരുപാട് കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. നല്ല സുഖകരമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന പല നക്ഷത്രക്കാരും ഇനി അങ്ങോട്ട് ഉള്ള സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത് പൊതുവായിട്ട് ഒരു ജാതകത്തിൽ ചാരവശാൽ നോക്കുമ്പോൾ നിലവിലുള്ള ഗോചരഫലം അനുസരിച്ച് നിലവിലുള്ള ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളായ ശനി, രാഹുകേതു, വ്യാഴത്തെ ബേസ് ചെയ്താണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ 3 സെറ്റ്, അതായത് 4 ഗ്രഹങ്ങളുടെയും മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന കാലത്തെ മാറ്റം എന്തായിരിക്കും എന്നുള്ളത് ടോട്ടലായിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മേടക്കൂറെന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് ഇത് വാച്ച് ചെയ്യുന്നവർക്കറിയാം. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, കാർത്തികകാല്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നത്, അതായത് ഒരു അടുത്ത 2-2.25 വർഷത്തേക്ക് ശനി നിൽക്കുന്നത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 7.5 ശനി തുടങ്ങി. അതിൽ നഷ്ടസ്ഥാനത്ത് 12 ശനി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ വ്യാഴം ഇപ്പോൾ മാറി, അത് 2 ധനസ്ഥാനത്ത് നിന്ന് അത് 3 മാറി. അപ്പോൾ അത് 3 വ്യാഴത്തിന് അത്ര ഒരു നല്ല സ്ഥാനമാണെന്ന് പറയാൻ പറ്റില്ല. ഒപ്പം തന്നെ രാഹുകേതുക്കൾ മാറിയപ്പോൾ സർപ്പൻ 11 വന്നു, അത് കുറച്ചൊരു അനുകൂലമാണ്. പിന്നെ കേതു നമ്മുടെ 5 വന്നത്. അപ്പോൾ രാഹുകേതു മാറ്റം, അതിൽ രാഹു കുറച്ച് അനുകൂലമാണ്. കേതു എല്ലാ കാര്യങ്ങളും അനുകൂലമെന്ന് പറയാൻ പറ്റില്ല. കാരണം കേതു മാറ്റം കൊണ്ട് നമുക്ക് വരാവുന്നൊരു പ്രത്യേകത വെച്ചാൽ 5 എന്ന് പറഞ്ഞാൽ 5 പ്രജ്ഞാമേധ പ്രതിഭാസ്ഥാനമാണ്.
അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വൈകല്യം വരാതെ സൂക്ഷിക്കുക. നമ്മുടെ തീരുമാനങ്ങളിൽ പ്രശ്നം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ മേടക്കൂറുകാർ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാവൂ. മറ്റൊന്ന്, ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കെല്ലാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാന ഏതൊരു വ്യക്തിയുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ ധനമാണ്. ധനവിഷയത്തിൽ 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം ധനം നമുക്ക് വരിക എന്നുള്ളതിനേക്കാൾ നമുക്ക് ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. അതിൻ്റെ കാരണം 3 പറയുമ്പോൾ സഹോദരസ്ഥാനം, ബന്ധുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, അന്യർക്ക് നമ്മൾ ധനം കൊടുത്ത് സഹായിക്കുകയോ അല്ലെങ്കിൽ അവർ കടം ചോദിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വായ്പയ്ക്ക് നമ്മൾ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരും. അവിടെയെല്ലാം അതിലേക്ക് പോകരുത്. കാരണം കടബാധ്യത വരാവുന്നൊരു സമയമാണ്. കാരണം ഈ 3-ന്ന് മാറിയാലും വീണ്ടും 4-ലേക്കാണ് പോകുന്നത് അടുത്ത വർഷം. അപ്പോഴും അത്ര അങ്ങോട്ട് വ്യാഴം നന്നല്ല. അപ്പോൾ 2 വർഷത്തേക്ക് വ്യാഴം അത്ര നന്നല്ല എന്നൊരു ബോധം നമുക്കിപ്പോഴേ വേണം. ധനകാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം മേടക്കൂറുകാർ. മറ്റൊന്ന്, നമ്മുടെ ഈ പറഞ്ഞ പോലെ 5-ൽ കേതു വന്നപ്പോൾ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കുന്നവർ, അതുപോലെ നമ്മളെ വിദേശ പഠനം, ഉപരിപഠനം, നമ്മുടെ പൊതുവിലുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ ഉദ്യോഗത്തിന് വേണ്ടിയുള്ള പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, ഇതിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി കാരണം അതായത് ദൈവാധീനം നന്നായിട്ട് വർദ്ധിപ്പിച്ച് കേതുപ്രീതി വരുത്തിയാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും അതായത് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ 5 വിഷയത്തിന് എഴുതിയാൽ അതിൽ ചിലപ്പോൾ 2 വിഷയങ്ങളിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്. ഇപ്പോഴേ നമ്മളതിനുള്ള പ്രിക്കോഷൻ, അതായത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നമ്മുടെ ഒരു വലിയ ദോഷം വേറൊന്നുമല്ല, നമ്മളിൽ പലരും നമുക്ക് കഷ്ടതയോ ദുഃഖമോ വന്നിട്ടാണ് അതിന് പരിഹാരം തേടി ജ്യോതിഷന്മാരെ കാണുന്നതും പരിഹാരാർത്ഥം ക്ഷേത്രങ്ങളിൽ പോകുക. അങ്ങനെയല്ല, നമ്മുടെ നല്ല കാലത്തും കുറച്ച് മോശം കാലത്തും 2 കാലത്തും ഒരുപോലെ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചു പോയി ഇതൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല. അപ്പോൾ ഈ സമയത്ത് ദൈവാധീനം വർദ്ധിപ്പിക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് സർപ്പൻ 11-ൽ വന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് നമുക്ക് വിദേശ യാത്രകൾ, നമുക്ക് മുടങ്ങിക്കിടന്ന പല യാത്രകളും നടത്താൻ പറ്റും. മുടങ്ങിയ വിവാഹങ്ങൾ നടക്കും, പ്രണയ സാഫല്യം ഉണ്ടാവും, അകന്നിരുന്ന ആൾക്കാരുമായിട്ടും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടൊക്കെ വീണ്ടും സമാഗമനത്തിനുള്ള വഴി തെളിയും. അപ്പോൾ അങ്ങനെ പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാഹനം, അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീഴ്ച, മുറിവ്, ചതവൊന്നും വരാൻ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെയും, അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ചും ബ്രെയിൻ സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ പ്രഷർ കൂടുതലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അങ്ങനെ പോയാൽ വലിയ കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. കുടുംബത്തിൽ കുറച്ച് സമാധാനവും സ്വസ്ഥതയും വരും. നമ്മുടെ പൊതുവായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം, കലാരംഗത്തുള്ളവർ, അതുപോലെ തന്നെ അങ്ങനെ പൊതുപ്രവർത്തകർക്കെല്ലാം കുറച്ച് നല്ല കാലമാണ്. അത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും 7.5 ശനി തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് അമ്പേ വിളിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ കുറച്ച് കാലം നമ്മൾ ശനി, ഞാൻ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ശനി ഒരു കറക്റ്റിംഗ് ഏജൻ്റാണ്. അതായത് നമ്മളെ കുറവുകളെയും നമ്മളെ ദുസ്വഭാവങ്ങളെയും നമ്മളെ ദുശീലങ്ങളെയും മാറ്റി നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, ഈശ്വരനാണ്, ശനീശ്വരനാണ്. അതുകൊണ്ട് 7.5 ശനിയുടെ ആദ്യ കാലഘട്ടം കുറച്ച് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ശനി ക്രമേണ നമുക്ക് വഴങ്ങും. നമ്മളെ ജാതകാൽ ശനി നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തുമില്ല. എന്തായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം അത്ര അങ്ങോട്ട് നല്ലതാണെന്ന് ഞാൻ പറയില്ല. അപ്പം എന്തായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല മറ്റുള്ളവരോട് ചോദിച്ച് മാത്രമേ, ഉപദേശം തേടിയിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അടുത്ത് വരുന്ന 1.5 വർഷത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് തെറ്റായിപ്പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നഷ്ടങ്ങൾ ജീവിതത്തിൽ വരരുത്. അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ മൊബൈൽ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. വാട്സപ്പ് ചെയ്താലും ഞാൻ സൗകര്യപ്രദമായിട്ട്, കാരണം നിലവിൽ ഞാൻ ഒരുപാട് ജാതകങ്ങൾ നോക്കുന്നില്ല. അപ്പം
കിട്ടുന്ന ജാതകങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ട സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചിരുന്നാൽ മതി. ഞാൻ നോക്കി എൻ്റെ ഫ്രീ ടൈം കണക്കാക്കി ഞാൻ നിങ്ങൾക്ക് മറുപടികൾ തന്നോളാം. എല്ലാവരും സഹകരിക്കണം. നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.